ബഹുമാനപ്പെട്ട സലാം ബാഖവി പറഞ്ഞല്ലോ ഇവിടുന്ന്. ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതൽ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കണം. അതൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികൾ എഴുതുന്നതും മറ്റതൊക്കെ കൊടുക്കും. അപ്പോൾ ദുആഉൽ മദ്ലൂമി മുസ്തജാബ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊരു അക്രമം തന്നെയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എവിടുന്നും പറയലില്ല. ഞാൻ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള മോശമായ പരാമർശം ഞാൻ നടത്തലില്ല. ഞാൻ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ഓരോ സദസ്സിലും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മദ്ലൂമ് തന്നെയാണ്. ദുആഉൽ മദ്ലൂമി മുസ്തജാബുന്ന അവൻ്റെ ഏതായാലും അവൻ എങ്ങനത്തവനാണെങ്കിലും മദ്ലൂമാണല്ലോ. അവൻ വലിയ ഔലിയൊന്നും ആവണമെന്നില്ല. അവൻ്റെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. പിന്നെ ആയിരം ആളുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരും ദുആ ചെയ്യും, പഠിച്ച തമ്പുരാനെ ഈ മനുഷ്യനുണ്ടല്ലോ ഇന്നൽക്ക് ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പാഠം നീ നൽകണേ എന്നുള്ളത്. ആ പാഠമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സുദീർഘമായി ഒന്നും പറയല്ല. നിങ്ങളെല്ലാവരും ഒരു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ അതാണ് വിശുദ്ധമായ ദീൻ. അതിൽ യാതൊരു സംശയമില്ല. അതിനൊരു നീക്കുപോക്കിന് നമ്മൾ തയ്യാറല്ല. ഒരു നിൽക്കും അതിൽ ആരും കൈകടത്തിയാലും ആ കൈകളൊക്കെ അതിനിക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളെ ഈ കൈകടത്തലൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കും. നമ്മൾ കണ്ടില്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മക്കൾ, ഇസ്തിഖാമയുടെ മക്കൾ ഇപ്പോൾ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അത് വിദഅത്താണെന്നും അത് ഇസ്ലാമിക അല്ല എന്നൊക്കെ പറയുന്നവരായിട്ട് ഒരു വാദപ്രതിവാദം അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. ബഹുമാനമുള്ള കുമ്പോൽ ആരി തങ്ങൾ, ഈ ജാഥ ഉപനായകൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് വായ ജമലേരി തങ്ങളടക്കമുള്ള ഈ യാത്രയിൽ നമ്മളെ കൂടെ നേതൃത്വം നൽകുന്ന മഹാന്മാരാവുന്ന സാദാത്തുകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും ഈ യാത്രയുടെ ഡയറക്ടറുമായ ബഹുമാനമുള്ള ഉമർ ഫൈളി അടക്കമുള്ള സമസ്ത മുഷാവറ അംഗങ്ങളടക്കമുള്ള പണ്ഡിതന്മാർ, ഈ കർണാടകയിൽ സമസ്തക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരാവുന്ന സാദാത്തുകൾ, പണ്ഡിതന്മാർ, സ്റ്റേജിൽ ഉപവിഷ്ടമായ മത രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, മറ്റ് ഉമറാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, അനുഭാവികൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നതിൻ്റെ പ്രകടനമാണ് ഇവിടെ നമ്മൾ കാണപ്പെടുന്നത്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഒരു യാത്രയാണ്. അപ്പോൾ ആ യാത്രനെ സംബന്ധിച്ച് നമുക്ക് ചില പേടികളൊക്കെ ഉണ്ടാവും. കാരണം എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹാന്മാരാവുന്ന മശായിഖന്മാർ, ഉസ്താദന്മാർ, സാദത്തുകളൊക്കെ അവരൊക്കെ സിയാറത്ത് ചെയ്തു. അതോടൊപ്പം ഹയാത്തിലുള്ള മഹാന്മാരാവുന്ന സദാത്തുക്കളോട് മറ്റ് പണ്ഡിതന്മാരോടൊക്കെ നമ്മൾ യാത്രയെ സംബന്ധിച്ച് പറയുകയും അതിൽ ഏറ്റവും അധികം എന്നെ ഇഷ്ടപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതുമായ ഒരു സംഗതി ബഹുമാനപ്പെട്ട കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളവറുകളുടെ പ്രത്യേക ഒരു സാന്നിധ്യമാണ്. ഞാൻ പറഞ്ഞു
ഞങ്ങൾ സമ്മേളനത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് നിങ്ങൾ പോകണം, നിങ്ങളവിടെ പോയി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. മൂപ്പരോട് നേരിട്ട് പറഞ്ഞതല്ല, ഞാൻ വേറൊരാളോട് ഏൽപ്പിച്ചതാണ് അങ്ങനെ പോയി പറയാൻ വേണ്ടി. പിന്നെ മറ്റൊന്നും കൂടി പറഞ്ഞു, അവിടെ ഒരു കൊടി കാൽനാട്ടൽ കർമ്മം ഉണ്ടായിരുന്നു, അത് ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങൾ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാലോ, തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, തങ്ങൾ ആളുകളെ മുന്നിലൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടില്ല. അപ്പോൾ വന്നിട്ട് അവിടെ വണ്ടിയിലിരുന്നു. 5 അടി തങ്ങളും കൊണ്ട് പറഞ്ഞയച്ചു. മൂപ്പര് പറഞ്ഞു, എനിക്കണ്ട് വരാൻ കഴിയൂല, കാലിന് വേദനയൊക്കെ ഉണ്ട് എന്നാണ്. അങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ ആ വണ്ടിയിലിൻ്റെ പുറത്തുനിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പോലെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ കയറിയിരുന്നു. എൻ്റെ കാലിന് വേദന ഉണ്ട്, ഇവിടെ ഒന്ന് തടകണം എന്ന് പറഞ്ഞു. ഞാൻ മൂപ്പര് കാൽമേലൊന്ന് ഇങ്ങനെ ഒന്ന് തടകി കൊടുത്തു. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ്തിഖാർ UT ഖാദർ സാഹിബിൻ്റെ അഞ്ചൻ ഇഫ്തിഖാർ ചെയ്ത സംഭാവന സംബന്ധിച്ചു എന്നോട് ഉണർത്തി. ഇങ്ങനെ ഇഫ്തിഖാർ 10 ലക്ഷം രൂപ ഈ യാത്രയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ബഹുമാനപ്പെട്ടവർ അവിടെ അന്ന് രാവിലെ വന്നു, അല്ല എന്ന് തോന്നുന്നു, അവിടെ വന്ന് അവിടുന്ന് പ്രത്യേകം നമ്മൾ സമ്മേളനം നടക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് ദ്വാരക്കും, പിന്നെ ക്യാമ്പിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലവും മറ്റ് നമ്മുടെ അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ അന്ന് ഇവിടെ കാഞ്ഞങ്ങാടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ വീട്ടിൽ വരണം, നിർബന്ധമായി വരണം എന്ന് പറഞ്ഞു. വന്നു. അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു രാജോചിതമായ ഒരു സ്വീകരണം എനിക്ക് നൽകി. രാവിലെ നാസ്താക്കാൻ വരണം എന്ന് പറഞ്ഞു. നല്ലൊരു നാസ്തി തന്നു. അപ്പോൾ ഞാൻ തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുന്നുണ്ട്, അതൊക്കെ വലിയ സംഭവമായിക്കോളും, നിങ്ങൾ തുടങ്ങിക്കോളിന്ന്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ മൂപ്പരിങ്ങനെ സദസ്സുകളിലൊക്കെ വന്നാൽ തന്നെ നമ്മളറിയില്ല, എവിടെയെങ്കിലുമൊക്കെ വന്നെന്ന് പോവലാണ്. അവരുടെ സാന്നിധ്യം അറിയിക്കും. ഇന്നിവിടെ വന്നു, ഇത് കണ്ട് സന്തോഷിച്ചു, ഭയങ്കര സന്തോഷം രേഖപ്പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, അല്ല നമ്മളുടെ കുഞ്ഞിൽ സമ്മേളനത്തിന് നിങ്ങൾ വരണം, സ്റ്റേജിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല, മൂപ്പരങ്ങനെ വരില്ല എന്നുള്ളത്. ഏതായാലും അന്ന് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൽ സമ്മേളനത്തിൽ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവർ ബഹുമാനപ്പെട്ട അവരണിയിച്ചതാണ് ഈ ഷർട്ട്, ഈ തലീകെട്ടും. അവരഞ്ചൻ അനിതങ്ങളും ഒരു തലീകെട്ട് എനിക്ക് അണിയിച്ചിരുന്നു. അപ്പം ഞാൻ ഇവരെ എന്നോട് പറഞ്ഞു, ഇത് എടുത്ത് വെച്ച് മറ്റേ തലീകെട്ട് വെച്ച് പ്രസംഗിച്ചാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പറ്റൂല, പ്രസംഗം കഴിയണ വരെ ബഹുമാനപ്പെട്ട തങ്ങൾ തലയിൽ വെച്ച് 35 കൊണ്ട് വെപ്പിച്ച ഈ തലീകെട്ടും അവർ ധരിപ്പിച്ച് തന്ന ഈ കുപ്പായൊക്കെ എൻ്റെ ശരീരത്തിലുണ്ടാവട്ടെ. അപ്പോൾ ഏതായാലും മഹാന്മാരാകുന്ന എല്ലാ സാദാത്തുക്കളുടെയും, കേരളത്തിലും കർണാടകയിലൊക്കെ ഉള്ള എല്ലാ തങ്ങന്മാരുടെയും പിന്തുണ, അവർക്കുള്ളതായ പ്രോത്സാഹനം, അവർക്കുള്ള ദുആയൊക്കെ നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മരണപ്പെട്ടു പോയ മഹാന്മാരാകുന്ന നമ്മളെ മശായിഖന്മാരും നമ്മളെ അജിതാദിൻ്റെയൊക്കെ അവരുടെ പ്രത്യേകമാവുന്ന ഒരു മദത് അതും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. പിന്നൊന്നൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു, അതിലാരൊക്കെ ബേജാറായിക്കണം. എന്താ അപ്പം ഞാനതിൽ പറഞ്ഞത്, എന്നോട് ചോദിച്ചത്, മുജാഹിദ് ജമാഅത്ത് പോലത്തെ സംഘടനകളോട് നമുക്ക് ആശയപരമായിട്ട് എതിർപ്പുണ്ട്, അങ്ങനെയുള്ളൂ. അത് ഞാൻ ഉച്ചയ്ക്ക് അവിടുന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുമാണ്. അത് ഒരു മഹാന്മാരുടെ ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആശയത്തിനോട് നമുക്ക് എതിർപ്പുണ്ടാവും, ആ ആശയം തിരുത്തപ്പെടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതോടുകൂടി അതിനോടുള്ള ഹൃദയത്തിലുള്ള വെറുപ്പ് നമുക്ക് ഉണ്ടാവണം എന്നാണ്. ആ ഹൃദയത്തിൽ അതിനോട് വെറുപ്പുണ്ടാവണം. പക്ഷേ ലാലിദാത്തിഹിംന,
അവരെന്നുള്ള നിലക്കുള്ള വെറുപ്പല്ല, ഈ ആശയക്കാരായി എന്നുള്ള നിലക്കുള്ള വെറുപ്പാണ് ഉണ്ടാവേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആശയത്തിനോട് എതിർപ്പുണ്ട്. ഞാൻ എപ്പോഴും മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ ഒക്കെ എല്ലാ ആശയങ്ങളെയും എതിർക്കുന്ന ആൾ മാത്രമല്ല, അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒരുപാട് ശേഖരിച്ചു വെച്ച ആളാണ് ഞാൻ. എനിക്ക് ധൈര്യത്തോടു കൂടിയല്ലേ എതിർക്കാൻ കഴിയും ഏത് ആശയങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദകൾ അത് വളരെ സലക്ഷ്യം അത് സ്ഥിരപ്പെടുത്താനൊക്കെ എനിക്ക് കഴിയുകയും. ഞാൻ ഏതൊരു മുജാഹിദ് മൗലവിൻ്റെ ഒരു പ്രസംഗം കേട്ടു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കാക്കാൻ മൂപ്പരെടുത്ത് 1000 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കാക്കാൻ 1000 ലക്ഷ്യങ്ങളെ കൊണ്ട് ഞാൻ മുശ്രിക്കാക്കും. മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ 1000 ലക്ഷ്യങ്ങളെ കൊണ്ട് അതുണ്ട് എന്നുള്ളത് ഇസ്ബാത്ത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ നമ്മളെ സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കുകളാണെന്ന് സ്ഥിരപ്പെടുത്താൻ 1000 ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് മൂപ്പര് പറയണത്. അപ്പോൾ അങ്ങനെ നമ്മളെടുത്ത് ആരെയും മുശ്രിക്കാക്കണേ അല്ലെങ്കിൽ കാഫിറാക്കണമെന്നും പണി നമ്മളെടുത്തില്ല. നമ്മൾ ആശയങ്ങളിൽ ഏതെങ്കിലും നിൽക്കുക അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളെ ആരെതിർത്താലും അത് എവിടെ വെച്ചും എപ്പോഴും നമ്മൾ എതിർക്കും. ആ ആശയങ്ങളെ വളരെ സലക്ഷ്യം നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും, അതിൽ യാതൊരു സംശയവും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ബന്ധമുള്ള ഒരാളെന്നാണ് അതിൻ്റെ അർത്ഥം. അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ യാത്ര ഭയങ്കര ബമ്പാടും, അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളൊക്കെ ഞാൻ അർപ്പിക്കണം. അത് വളരെ സുരക്ഷമായ നിലക്ക് വളരെ പ്രയാസങ്ങളൊന്നുമില്ലാതെ അത് യാത്ര കഴിഞ്ഞ് മടങ്ങി തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. അപ്പോൾ അത് വലിയൊരു സംഭവമാക്കിയിരിക്കണേ. തങ്ങൾക്ക് അതൊരു മുജാഹിദീങ്ങൾ നമ്മളോട് ഒരു മുജാഹിദീങ്ങളുമായിട്ടോ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ടൊക്കെ നമ്മൾ ദീനീപരമായ കാര്യങ്ങളിൽ അവരുമായുള്ളതായ മുവാലാത്ത് അതില്ലാന്നാണ്. അല്ലാതെ അവർ നമ്മളൊരു മുജാഹിദ് നമ്മളടുത്ത് താമസിക്കുന്നുണ്ട്, അവനോട് ചിരിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവനെ കണ്ടാൽ എന്തെങ്കിലും സംസാരിക്കാൻ അതൊന്നും സുന്നികളെ ആ തെർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അത് തിരുത്തുകയും വേണം. അതാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ആരോ സലാം ബാക്കവിയേറ്റ് പറഞ്ഞു, പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും വലിയ ഈ വാട്സപ്പിലും മറ്റൊക്കെ പലരും പലതും എഴുതും. അത് വിവരം ഉണ്ടായിട്ട് എഴുതും, വിവരമില്ലാതെ എഴുതും. മനസ്സിലായില്ലേ? അതിന്മേലാരും അതിൻ്റെ വയ്യാലെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആശയാദർശങ്ങൾ അഥവാ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ആശയാദർശങ്ങൾ അത് ഈ രാജ്യത്തുള്ള ജനങ്ങൾ പൂർണ്ണമായും അതിനെ അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രകടമായ എന്നതിൻ്റെ ഒരു പ്രകടനമാണ് നമ്മൾ ഈ കണ്ടുവന്ന എല്ലാ സ്വീകരണ യോഗങ്ങളിലും നമുക്ക് അനുഭവപ്പെട്ടതായ ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ ജനങ്ങൾ അത് ഈ ദക്ഷിണ കർണാടകയിലാവട്ടെ കേരളത്തിലാവട്ടെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കുന്നവരും അതിൻ്റെ അഖീദ അനുസരിച്ച് ജീവിക്കുന്നവരും അതിൻ്റെ അഹ്കാമുകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ആചാരങ്ങളനുസരിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരൊക്കെയാണ്. അതിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു ചെറിയ നിലക്കുള്ള ഒരു വിള്ളലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അതിനെ പരാജയപ്പെടുത്താനോ ആര് ശ്രമിച്ചാലും ജനങ്ങളൊന്നും അത് അനുവദിക്കില്ല. അവരതിന് ശക്തമായ നിലക്ക് ഈ സംഘടനൻ്റെ കൂടെ ഈ ആശയത്തിൻ്റെ കൂടെ ഈ ആദർശത്തിൻ്റെ കൂടെ പിന്നിലുണ്ടാവും എന്നുള്ള കാര്യം അത് വളരെ ഒരു സത്യമായ ഒരു സംഗതിയാണ്. അത് ഇവിടുത്തെ ജനങ്ങളൊക്കെ എല്ലാ സ്വീകരണ യോഗത്തിലും നമുക്ക് മനസ്സിലായ സംഗതി അതാണ്. ആരും തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ ഒരു അണുമണി തൂക്കം അതിനെ ഏതെങ്കിലും നിലക്ക് അതിൽ എന്തെങ്കിലും എന്തെങ്കിലും കടത്തിക്കൂട്ടാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. ഈ സംഘടന ഏതെങ്കിലും നിലക്ക് അതിനെ തകരാറിലാക്കാനോ
അതിനെ പരാജയപ്പെടുത്താനോ അതിനെ ഇല്ലാതെയാക്കാനോ ഇവിടുത്തെ ആരും ശ്രമിക്കണ്ടെന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇവിടുത്തെ ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അതിനുവേണ്ടി ശക്തമായ നിലക്ക് പ്രവർത്തിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ മശായിഖന്മാരാണ് ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. ചില ആളുകളൊക്കെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അതിനെ കാറ്റത്ത് പറത്തുന്നതായ ചില സ്വഭാവങ്ങൾ ചില ഭാഗത്തു നിന്നൊക്കെ പലരിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇല്ലാതെയാക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് വളരെ വിശുദ്ധമായ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയല്ലേ. ഇവിടെ മഹാന്മാരാവുന്ന സാദാത്തുക്കളെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവർ ഈ സംഘടനയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് അവർ. നമുക്കറിയാം, അറിയപ്പെടുന്ന സാദാത്തുക്കളും അറിയപ്പെടാത്ത സാദാത്തുക്കളൊക്കെ ഓരോരുത്തരും അവരെ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ അവരെ പ്രദേശത്തോ ഒന്നും കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സേവനം ചെയ്തവരായിരിക്കും കേരളത്തിലുള്ള അധിക സാദാത്തുക്കൾ. ചിലവർ അറിയപ്പെടുന്നവരായിരിക്കും, ചിലവർ അറിയപ്പെടാത്തവരായിരിക്കും. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സന്ദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതിൽ അവർ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ മറ്റു നിലക്കോ അവരൊക്കെ ഭാഗവക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ അവർ നമുക്കുള്ളതായ ഒരു ഏറ്റവും വലിയ ഒരു നിധിയാണ് സാദാത്തുക്കൾ. അവർ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ. അവരെ ബഹുമാനിക്കുക എന്നുള്ളത് അവർ ദീനിൻ്റെ ഷിയാറുകളാണ്. ആ ഷിയാറുകളെ നമ്മൾ തഅ്ലീം ചെയ്യണം. ആ തഅ്ലീമിൻ്റെ ഒരു ഭാഗമാണ് മഹാന്മാരാവുന്ന സാദാത്തുക്കളെ ബഹുമാനിക്കുക. അത് പഠിപ്പിച്ചത് ഇവിടുത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. കാരണം വിശുദ്ധമാവുന്നതായ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അപ്പം ദീനിൻ്റെ ഷിയാറുകളായി കണക്കാക്കപ്പെടുന്ന എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അത് സ്ഥലങ്ങളാവട്ടെ അല്ലെങ്കിൽ സമയങ്ങളാവട്ടെ അല്ലെങ്കിൽ വ്യക്തികളാവട്ടെ എന്തായാലും അതിന് തഅ്ലീം ചെയ്യണം. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും പോകണ സമയത്ത് യാത്ര ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലിയാ ഹുനാ റക്അത്തൈനി, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മനസ്സിലാക്കി കൊടുത്തു, ആദാ ബൈത്തുലഹമിൻ, ഇത് ബത്തുലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഇവിടെയാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടുള്ളത്. അപ്പം അത് ദീൻ്റെ ഷിയാറുകളിൽപ്പെട്ട ഒരു ഷിയാറാണ്. മഹാനാവുന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായതുകൊണ്ട് അതുകൊണ്ട് ആ ദീൻ്റെ ഷിയാറിനെ തഅ്ലീം ചെയ്യണം. അത് തഅ്ലീം ചിലപ്പോൾ ഇബാദത്തുകളെ കൊണ്ടാവാം, അല്ലെങ്കിൽ അവിടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഇബാദത്തുകൾ അവിടെ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടാം. അതുകൊണ്ടാണ് സ്വല്ലിയാ ഹുനാ റക്അത്തൈനി, ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ ദീനിൻ്റെ ഷിയാറുകൾ അത് സ്ഥലങ്ങളാവട്ടെ, അതല്ല സമയങ്ങളാവട്ടെ, അതല്ല വ്യക്തികളാവട്ടെ, അതിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. കഅബത്തിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. എന്താ കാരണം? അത് ദീനിൻ്റെ ഷിയാറാണ്. പള്ളി നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, അത് ദീനിൻ്റെ ഷിയാറുകളാണ്. എന്നതുപോലെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ അവർ ദീനിൻ്റെ ഷിയാറുകളാണ്. അതുപോലെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അവർ ദീനിൻ്റെ ഷിയാറുകളാണ്. ആ പണ്ഡിതന്മാർ അവർ ദീനിൻ്റെ ഷിയാറുകളാണ്. അവരിൽ നിന്നിട്ടാണ് നമ്മൾ ദീൻ മനസ്സിലാക്കേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മളിലേക്ക് പകരുകയും ചെയ്യേണ്ടത്. അപ്പോൾ ദീനിൻ്റെ ഷിയാറുകളാവുന്ന പണ്ഡിതന്മാരെയും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. ദീനിന് സഹായിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് നമുക്ക് തഅ്ലീമൊക്കെ ഉണ്ടാവണം. കാരണം ദീനിനെ നിലനിർത്തുന്നതിൽ സജീവമാവുന്ന പങ്കാളിത്താണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബഹുമാന ആദരവ് എന്നുള്ളത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഒരു സഹാബി കടന്നു വന്നു. അവിടെ മൂപ്പർക്ക് ഇരിക്കാൻ സ്ഥലം ചെയ്തു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിൻ്റെ ആ ആ മുണ്ട് എടുത്തിട്ട് റസൂലുള്ളാഹി അയാൾക്ക് കൊടുത്തു. എന്നിട്ട് അതോടെ മറ്റൊരാളേക്ക് കൊടുത്തു. എന്നിട്ട് അതോടെ പിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, അതിന്മേൽ ഇരുത്താൻ വേണ്ടി. അപ്പോൾ ഈ വന്ന ആൾ എന്തായില്ല, അത് എടുത്തില്ല. അത് വാങ്ങിയിട്ട് അതിന്മേൽ കുറേ ചുംബിച്ചു. കാരണം റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട റസൂലുള്ളാഹിൻ്റെ രിദാ എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിൻ്റെ തട്ടം അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ തലയിൽ റസൂലുള്ളാഹി ഇട്ടിരുന്ന ആ മുണ്ട്, അത് ദീനിൻ്റെ ഒരു ഷിആറാണത്. ആ ഷിആറിനെ അത് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് മൂപ്പര് ചുംബിക്കുകയും ആ ഷിആർ വിരിച്ചുകൊണ്ട് അവരിരുന്നില്ല. കാരണം റസൂലുള്ളാഹിൻ്റെ തലയിൽ വെച്ച ഒരു മുണ്ടാണുള്ളത്, ഇത് വിരിച്ചുകൊണ്ട് എങ്ങനെ ഞാൻ ഇരിക്കുക എന്നുള്ളത്, അത് വിരിച്ചുകൊണ്ട് മൂപ്പര് ഇരുന്നില്ല. അപ്പം ദീൻ്റെ അത് രണ്ട് സംഗതിയാണ് നമ്മളവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഒരാൾ കടന്നു വരുമ്പോൾ അയാൾ എത്ര ചെറിയവനാവട്ടെ അവനെ നമ്മൾ ബഹുമാനിക്കണം. ഇപ്പം ചില ആളുകൾ കടന്നു വരുമ്പോൾ നമുക്ക് നിൽക്കാനൊരു മടിയുണ്ടാവും ചിലർക്കൊക്കെ. കാരണം നമ്മൾ വലിയ ആളുകളാണെങ്കിൽ നമ്മൾ നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ പറ്റി നമ്മൾ ഒരു കുറഞ്ഞവനാണെന്ന് ജനങ്ങൾ എന്താക്കും ധരിക്കും എന്നുള്ള നിലക്ക് ചില ആളുകൾ നിൽക്കൂല. അത് അവരുടെ ഹൃദയത്തിലുള്ള ഒരു കിബിറിൽ നിന്നോ മറ്റോ ഉത്ഭൂതമാകുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ സഹാബത്തൊക്കെ എണീച്ച് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാന്മാരാവുന്ന സഹാബത്ത് പറഞ്ഞതെന്താ, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർവുൻ വതർക്കുൽ ഫർളി മാ ഹുവ മുസ്തഖീം അജിബതു ലിബൻ ലഹു ഫഹുമുൻ വഅഖലു യറാ ഹാദൽ ജമാല ഫലാ യഖൂമു. നബിയെ തങ്ങളെ കാണുമ്പോൾ നിൽക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അത് നിർബന്ധമായ ഒരു സംഗതിയാണ്. ഫർളായ ഈ സംഗതി വഹിക്കുക എന്നുള്ളത് അത് നല്ലൊരു സംഗതിയല്ല. ബുദ്ധിയും തൻ്റെ ഇടമൊക്കെ ഉള്ള ആളുകൾ നബിയെ തങ്ങളെ കാണുമ്പോൾ എണീച്ച് നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അജിബത്തുലിബൻ ലഹു ഫഹുമുൻ യറാ ഹാദൽ ജമാല ഫലാ യഖൂമു, അവനെ പറ്റി ഞങ്ങൾക്ക് അത്ഭുതമാണ്, ഇവനെ എങ്ങനെ ഇങ്ങനത്തെ ഒരു വിഡ്ഢിയായി എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി നിൽക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ആദരവ് ബഹുമാനം നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ നിന്നു പോകും. അത് അപ്പോൾ റസൂലുള്ളാഹി നിൽക്കണ്ടെന്ന് പറഞ്ഞാലും ഇവർ നിന്നു പോകും. ഇപ്പോൾ കണ്ട് നമ്മളൊരു ഉസ്താദിനെ നമ്മൾ കാണുമ്പോൾ ഉസ്താദ് നിൽക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ അറിയാതെ നിന്നു പോകും. അതാണ് അവൻ്റെ ഈമാൻ്റെ പവറാണെന്നാണ്. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം ഇങ്ങനത്തെ നന്മകളൊക്കെയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം അതാണ്. അവ ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളെ ബഹുമാനിച്ചുകൊണ്ട് മോശമായ നിലക്കുള്ളതായ കുത്തുവാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. വ്യംഗ്യമായിട്ടോ അല്ലെങ്കിൽ സൂചനാപരമായിട്ടോ അങ്ങനെ ഉണ്ടല്ലോ, അത് നമ്മളെ പ്രസംഗത്തിലോ നമ്മളെ വാക്കുകളിലൊന്നും എഴുത്തുകളിലൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇന്ന് അങ്ങനെയാണ് എല്ലാവരും ചെയ്യണത്. ഓരോരുത്തരും വ്യംഗ്യമായ നിലക്കോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സലാം ബാഖവി പറഞ്ഞല്ലോ ഇവിടുന്ന്, ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതൽ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കണം. അതൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികൾ എഴുതുന്നതും മറ്റതൊക്കെ കൊടുക്കും. അപ്പോൾ ദുആഉൽ മദ്ലൂമി മുസ്തജാബ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊരു അക്രമം തന്നെയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എവിടുന്നും പറയലില്ല. ഞാൻ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള മോശമായ പരാമർശം ഞാൻ നടത്തലില്ല. ഞാൻ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ഓരോ സദസ്സിലും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മദ്ലൂമ് തന്നെയാണ്. ദുആഉൽ മദ്ലൂമി മുസ്തജാബുന്ന അവൻ്റെ ഏതായാലും അവൻ എങ്ങനത്തവനാണെങ്കിലും മദ്ലൂമാണല്ലോ. അവൻ വലിയ ഔലിയൊന്നും ആവണമെന്നില്ല. അവൻ്റെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. പിന്നെ ആയിരം ആളുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരും ദുആ ചെയ്യും, പഠിച്ച തമ്പുരാനെ ഈ മനുഷ്യനുണ്ടല്ലോ ഇന്നൽക്ക് ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പാഠം നീ നൽകണേ എന്നുള്ളത്. ആ പാഠമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സുദീർഘമായി ഒന്നും പറയല്ല. നിങ്ങളെല്ലാവരും ഒരു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ അതാണ് വിശുദ്ധമായ ദീൻ. അതിൽ യാതൊരു സംശയമില്ല. അതിനൊരു നീക്കുപോക്കിന് നമ്മൾ തയ്യാറല്ല. ഒരു നിൽക്കും അതിൽ ആരും കൈകടത്തിയാലും ആ കൈകളൊക്കെ
അതെനിക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളെ ഈ കൈകടത്തലൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കും. നമ്മൾ കണ്ടില്ലേ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മക്കൾ, ഇസ്തിഖാമയുടെ മക്കൾ, ഇപ്പോൾ അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് അത് വിദഅത്താണെന്നും അത് ഇസ്ലാമിക അല്ല എന്നൊക്കെ പറയണവരായിട്ട് ഒരു വാദപ്രതിവാദം അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് പഴയ കാലത്ത് തന്നെ മഹാനാവുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ബൗദ്ധദൈവങ്ങളായിട്ട് വാദപ്രതിവാദം നടത്തലുണ്ട്. ഇതൊന്നും ഒരു പുതിയ സംഗതിയല്ല, ഇതൊക്കെ സഹാബത്തിൻ്റെ കാലത്തുള്ള സംഗതി തന്നെയാണ്. അപ്പം എന്തിനാ ഇപ്പോൾ വാദപ്രതിവാദം എന്ന് ചോദിക്കും, എന്തിനാ ഗണന പ്രസംഗം ചോദിക്കും? അതൊന്നും ശരിയല്ല. വാദപ്രതിവാദം ആവശ്യമുള്ളിടത്ത് വാദപ്രതിവാദം വേണം, ഗണന പ്രസംഗം നടത്തേണ്ടിടത്ത് ഗണന പ്രസംഗം വേണം. ഇതൊക്കെ ആവശ്യമാണ്. ആ ആശയങ്ങൾ പറയേണ്ടിടത്ത് തുറന്ന് ആശയങ്ങൾ പറയണം. ഈ ആശയങ്ങൾ പറയണമെങ്കിൽ നമ്മളുണ്ടല്ലോ ഒരു കുഴമ്പെന്ന് കേട്ടിരിക്കണമെങ്കിൽ അത് പറയണോ പറയണ്ടേ? അതാണ് തെറ്റ്. വ്യക്തമായ നിലയ്ക്ക് നമ്മളെ ആശയങ്ങൾ നമ്മൾ ആരെ മുന്നിലും പറയണം. ഇതൊരു ആരോടുള്ളതായ ഒരു വെറുപ്പല്ലത്. അത് അവരോട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് വെക്കുക. എന്നാൽ അത് ഏറ്റവും ഈ ദീനിനോട് ചെയ്യണതായ ഏറ്റവും വലിയതായ ഒരു തെറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യേണ്ടതായ രൂപം മഹാന്മാർ രേഖപ്പെടുത്തി, ഖാലിത്തുന്നാസ ബി അഅ്മാലിക്കും വസായിലൂഹും ബിൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ വയദ്റഊന ബിൽ ഹസനത്തി അസയ്യ, നന്മ കൊണ്ട് തിന്മനെ തടുക്കുക എന്നുള്ളതാണ്. ഒരാൾ തിന്മ ചെയ്താൽ അവനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കല്ല നമ്മൾ വേണ്ടത്. നന്മ കൊണ്ട് അതിനെ തടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഖാലിത്തുന്നാസ ബി അഅ്മാലിക്കും, ജനങ്ങളോട് നിങ്ങൾ ഇടപഴകേണ്ടത് നിങ്ങളെ പ്രവർത്തനങ്ങളെ കൊണ്ടിട്ടാണ്. നല്ല പ്രവർത്തനമാവുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ആ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് അത് ഖാലിത്തുഹും ബി ഇഹ്സാനിൽ അമൽ മഅഹും, നമ്മളെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനമാക്കുക. അപ്പോൾ ജനങ്ങളോട് കൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങളാകുക ജനങ്ങളോട് നമ്മൾ ചെയ്യണ പ്രവർത്തനം. അത് കണ്ട് അവരെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കപ്പെടണം. വതുറുകൂഹും ബിഖുലൂബിക്കും നഹ്വഹും, നിങ്ങൾ ഹൃദയം കൊണ്ട് അവരെ വിട്ടാളി. അവർ പോണ വഴിക്ക് വിട്ടാളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഇൻകാനു ഖയ്യിരീൻ, അവർ നന്മ ചെയ്യണവരാണെങ്കിൽ ഇർത്തല്ലാഹും, നിങ്ങൾ അവരെ തൃപ്തിപ്പെടണം. നേരെ മറിച്ച് വൈൻകാനു ശരീരീൻ, അവർ തിന്മ ചെയ്യുന്നവരാണെങ്കിലോ ദഅഅ്തുമുല്ലാഹ്, നിങ്ങൾ എന്താക്കുക, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ബിഹിദായത്തിഹിം, അവർക്ക് അവരെ തെറ്റിൽ നിന്ന് മടങ്ങിക്കൊണ്ട് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാം. ഏത് എത്രത്തിൽ ഖുലൂബുക്കും മുബഗ്ഹിദത്തും ലഹും, നിങ്ങളുടെ ഹൃദയത്തിൽ അവരോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവണം. മിൻ അജലി ശരീഹിംന, അവരാശയത്തിലുള്ള ഈ വൈകല്യം കാരണമായിട്ട് ദേഷ്യം ഉണ്ടാവണം. ലാലിദാത്തിഹിം, അവരൊരു മനുഷ്യൻ എന്നുള്ള നിലക്കുള്ളതായ ദേഷ്യം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവൻ സുഹൃത്തായിരിക്കും, പക്ഷേ അവൻ സുന്നിയാണെന്ന് ഞാനും അവൻ മുജാഹിദാണ്, ഞാൻ സുന്നിയാണ്. പക്ഷേ അവൻ എന്നോട് എൻ്റെ ഈ യാത്രയെ അഭിനന്ദിച്ചുകൊണ്ട് ആ യാത്രയുടെ ഈ ഗൗരവം, ഇതിൻ്റെ ഈ ജനപ്രാതിനിധ്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സന്തോഷം രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് അവരോട് വെറുപ്പുണ്ട്, ആ നിലക്ക് വെറുപ്പുണ്ട് ആശയപരമായിട്ട്. പക്ഷേ ലാലിദാത്തിഹിം. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാവണം പ്രവർത്തിക്കേണ്ടത്. ഇപ്പം നമ്മളൊരു ശത്രു ഇവിടെ വന്ന് നോക്കുക, നമ്മളെ കുറ്റം പറയുന്നതാണ്, എന്നാൽ അവനെ നമ്മളിവിടെ സ്വീകരിച്ചിരുത്തണം. അവനെ നമ്മൾ സ്വീകരിച്ചിരുത്താതെ അവനെ നമ്മൾ ഉന്തിത്തള്ളി പുറത്താക്കുന്നതായ ഒരു പ്രവണത അത് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതാണ് വയദ്റഊന ബിൽ ഹസനത്തി അസയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറയേണ്ടവർ എന്തെങ്കിലും പറയട്ടെ, ആ പറയണവൻ നമ്മളെ സമീപത്തിൽ എത്തട്ടെ. അവന് വേണ്ടതായ എല്ലാവിധ ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്തുകൊണ്ട് അവനെ ഇരുത്തേണ്ടോടത്ത് നമ്മൾ ഇരുത്തണം. അതിനാണ് നമ്മൾ ഇരുത്തേണ്ടോടത്ത് ഇരുത്തണം എന്ന് പറഞ്ഞാൽ അവന് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം, അല്ലാതെ അവനെ ആട്ടി പുറത്താക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതാണ് ഇഹ്സാനുൽ അമൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവർത്തനങ്ങൾ നന്നാവുക. ആ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ടാവണം നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടത്. നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ കണ്ട് ജനങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കുകയും നമ്മളെ ഇഷ്ടപ്പെടുകയും എന്ന സ്വഭാവത്തിലാവണം. അപ്പോൾ നമ്മളെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും പറയുക, നമ്മളെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ എഴുത്തുകൾ ശ്രദ്ധിക്കുക. സുന്നികളാവുന്ന നമ്മൾ ആരെ മുന്നിലും നമ്മൾ ഈ ആശയങ്ങളൊന്നും അടിയറ വെക്കാൻ നമ്മൾ തയ്യാറല്ല
എന്ന ഒരു പ്രത്യേകമാവുന്ന ഒരു പ്രതിജ്ഞ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഉണർത്തിയും കൊണ്ടിട്ട് ഇവിടെ നമുക്ക് വേണ്ടി അഹോരാത്രം വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിച്ചതായ കുട്ടികളാണ് നമ്മൾ വിഹായൻ്റെ വളണ്ടിയർമാരൊക്കെ. അവരെ അതിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പും അല്ലാത്തതൊക്കെ അവർ വളരെ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഈ നമ്മളൊക്കെ വരുമ്പോൾ ഉസ്താദന്മാരെയൊക്കെ കാണാനുള്ള ആവേശത്തിലായിരിക്കും. പക്ഷേ ഉന്തും തള്ളും കുത്തൊക്കെ കിട്ടുന്നത് അവർക്കാണ്. എന്നിട്ടും അവർ പിന്മാറാതെ ഈ സംഘടനയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് അവർ. അപ്പോൾ ആരോ ചിലരൊക്കെ ഇതൊന്നും ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയാണെന്നൊക്കെ ആരോ ചിലർ എഴുതിയല്ലോ. അപ്പോൾ അതൊക്കെ വളരെ തെറ്റായ പ്രചരണങ്ങളാണ്. അങ്ങനത്തെ ഒന്നും ഇതില്ല. ഇത് വളരെ അള്ളാഹുവിൻ്റെ വജീന് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ. ഇവരെന്തെങ്കിലും നിലക്ക് കുറ്റം പറഞ്ഞാണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടില്ല. അത് മനസ്സിലാക്കണം. ഞാൻ പറയണത് നമ്മളെക്കാളൊക്കെ ഇഖ്ലാസുള്ള കുട്ടികളാണ്. അത്രമാത്രം എന്ത് ത്യാഗങ്ങളാണ് ഇവർ സഹിക്കുന്നത്. വെയിൽ കൊണ്ട്, മഴ കൊണ്ട്, ഭക്ഷണമൊക്കെ കിട്ടുന്നതായി കിട്ടി, ദാഹിക്കുകയാണെങ്കിൽ ദാഹിച്ചുകൊണ്ടൊക്കെ അവരോട് ഏൽപ്പിക്കപ്പെട്ടതായ കർമ്മങ്ങളും പ്രവർത്തികൾ അവർ പൂർണ്ണമായി നിർവഹിക്കുന്നതിൽ അവരൊക്കെ സജ്ജരാണ്. അപ്പോൾ ഇവരൊക്കെ എത്ര നല്ല മക്കളാണ്. അപ്പം വിഹായായാലും നമ്മൾ ആമിലാണ് നമ്മളോട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ സന്നദ്ധ സേവകളുണ്ട്. എന്തും ചെയ്യാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവരൊന്നും വലിയ കഴിവുള്ള കുട്ടികളുമല്ല. എല്ലാവരും അധികം പരിശോധിച്ച് ദിവസം ജോലിക്ക് പോണ കുട്ടികളാണ്. എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് പ്രയാസപ്പെട്ട് വരികയാണ്. എന്നിട്ട് അവരെ അപകീർത്തിപ്പെടുത്തുന്ന നിൽക്കുന്നതായ എഴുത്തുകളും കുത്തുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എഴുതിയവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അത്രേ നമുക്ക് പറയാനുള്ളൂ. അല്ലാഹു പിന്നെ എല്ലാ വാഹനത്തിലും ഒരു 10 എത്ര വാഹനമുണ്ട് നമുക്ക്? 80 MPG-ലാണ് വാഹനമുണ്ട്. നമ്മൾ ഔദ്യോഗിക കണക്ക് 300 ആളുകളിൽ നിന്നാണ്. 300 ആളുകൾ ജാഥയിൽ സ്ഥിരാംഗങ്ങളാവണമെന്നാണ്. പക്ഷേ അത് 300 വിട്ട് എത്രയായി ഇപ്പോൾ? 500. 500ൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ 500 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ നിലക്ക് ആ ഡ്രൈവർമാരാവുന്ന ആളുകൾ നമുക്ക് ഇതിലേക്ക് വാഹനങ്ങളിലെ വിട്ട് തന്ന ആളുകൾ നമ്മോട് കൂടി എല്ലാ നിലക്കും സഹകരിച്ച എല്ലാ പ്രദേശത്തുള്ള ആളുകൾ നമ്മൾ ചെല്ലുന്ന സ്വീകരണ പോയിന്റുകളിലൊക്കെ നമുക്ക് സുഭിക്ഷമായ ഭക്ഷണവും വളരെ ആഡംബരമെന്ന് ഞാൻ പറഞ്ഞില്ല എങ്കിലും ഉറങ്ങാനുള്ള എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള റൂമുകൾ. ആഡംബരം നമുക്ക് വേണ്ട, എല്ലാത്തിലും ഒരു മിതത്വം മതി. അപ്പോൾ ആ നിലക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് ആളുകൾ ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മീഡിയ ഉണ്ട്, സുപ്രഭാതത്തിൻ്റെ. അവർ വലിയ അധ്വാനങ്ങളാണ് അവരൊക്കെ സഹിച്ചിട്ടുള്ളത്. വെയിലൊക്കെ SKCR, അതുപോലെ തന്നെ സുപ്രഭാതത്തിൻ്റെ മീഡിയ, SKCR, പിന്നെന്തുള്ളത് സമസ്തനോട് ബന്ധപ്പെട്ട ഒരുപാട് മീഡിയ ഉണ്ട്. അവരൊക്കെ പ്രവർത്തനം അത് വളരെ ശ്ലാഘനീയമാണ്. അതും ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനമാണ്. എന്തെങ്കിലും പൈസക്ക് വേണ്ടിയോ മറ്റൊന്നും ചെയ്യുന്നവരല്ല അവരാരും. അപ്പം അങ്ങനത്തെ ഈ പ്രവർത്തകർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ എല്ലാ സാദാത്തുക്കൾക്ക് വേണ്ടിയും പണ്ഡിതന്മാർക്ക് വേണ്ടിയും ഉമറാക്കൾ, അതായത് ഉമറാ എന്ന് പറഞ്ഞാൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നാണ്, അതതിൻ്റെ അർത്ഥം, മനസ്സിലായില്ലേ? അത് വേറെ. അപ്പം അങ്ങനത്തെ പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടിയും നമ്മളെ സാധാരണക്കാരന് വേണ്ടിയും ഇവരെല്ലാവരും കൂടി പ്രവർത്തിക്കുമ്പോൾ വിശുദ്ധമായ ദീൻ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ പറയപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും മറ്റ് നമ്മളോട് ബന്ധപ്പെട്ടതും ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെട്ടതുമാവുന്ന പല രോഗികളൊക്കെ ഉണ്ട്. ആ രോഗികൾക്കൊക്കെ വേണ്ടി പ്രത്യേകമായി ഒരു ഫാത്തിയോതി കൊണ്ട് അതൊക്കെ ഒന്നായിട്ടൊന്ന് പറഞ്ഞാൽ എനിക്കിത്. അപ്പോൾ എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു. അപ്പോൾ എല്ലാവരും നമ്മളെ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിയും കൊണ്ടിട്ട് സമ്മേളനം ഒരു ചരിത്ര സംഭവമാവണം. അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള വിദേശത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കും, മറ്റുള്ള സൂഫിയാക്കൾ മുഫ്തികളൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ്. അപ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പരിശ്രമിക്കണം, അതിന് നിങ്ങളൊക്കെ സഹകരിക്കണം, അതിന് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ നാടിനൊക്കെ അടുത്തുള്ള സ്ഥലത്താണ് നടക്കപ്പെടുന്നത്. അപ്പോൾ അതിലെല്ലാവരും ഭാഗമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോ അമലുകളും അല്ലാഹു സ്വീകരിക്കുന്നതായ ഒരു
ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു സാലിഹായ അമലായും കൊണ്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി അത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ